എന്തായാലും സാഹചര്യം അതിരൂക്ഷമാണ്. അജയ് സുതാപിച്ചു തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അജയ്, ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ അവിടെ ഒരു നേതൃമാറ്റം അത് അമേരിക്ക കരുതും പോലെ എളുപ്പമൊന്നുമല്ല. അത് അവിടെ ഒരു പ്രതിപക്ഷമില്ല, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു ഭാവിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു നേതൃത്വത്തിലേക്ക് എത്തി അവരുമായുള്ള ഡീലിംഗ് വഴി വരണമെങ്കിൽ പോലും അതിനും ഒരു സമയം, സാവകാശമൊക്കെ വേണ്ടിവരും. ഏകപക്ഷീയമായിട്ട് ഞങ്ങളുടെ ലക്ഷ്യം നിറവേറി എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടുകൂടി പിന്മാറുക, അതിനപ്പുറത്തേക്ക് ബാക്കി പിന്നീട് എന്ന് വെക്കേണ്ടി വരും എന്നാണ് വിലയിരുത്തുന്നത് വിദഗ്ധരെല്ലാവരും. ഇതിനിടയിലാണ് അജയ് ഈ ഒരു ഡ്രോൺ കാരിയറായിട്ടുള്ള ഒരു ഷിപ്പ് അമേരിക്ക തകർക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാൻ്റെ ഒരു ഡ്രോൺ കാരിയർ. അപ്പോൾ ഈ തരത്തിൽ അമേരിക്ക അവിടെ ആക്രമണം തുടരുന്നുണ്ട്, പക്ഷേ ഇറാൻ്റെ ആക്രമണം കുറയുകയും ചെയ്തിട്ടുണ്ട്. മരണസംഖ്യ അത് ഏതറ്റം വരെ എത്തി, അതായത് വലിയ തോതിൽ ഉയരുന്നു എന്നുള്ള ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാനിലുള്ള മരണസംഖ്യ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 1230 ആയതായിട്ടാണ് സൂചന. ഇത് ഇന്നലെ വൈകുന്നേരം, ഇന്ത്യൻ സമയം വൈകുന്നേരത്തോടെ വന്ന കണക്കാണ്. പുതിയ മരണസംഖ്യ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഇന്നത്തെ കണക്കുകൾ ഞെട്ടിക്കുന്നതാകാം എന്നതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ ഇറാനിയൻ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ടെഹ്റാൻ്റെ തെക്കൻ ഭാഗത്തുള്ള ചില സ്കൂളുകൾക്ക് നേരെ കൂടി ആക്രമണം നടന്നിട്ടുണ്ട് എന്നതാണ്. ഈ തകർന്നു കിടക്കുന്ന ചില സ്കൂൾ കെട്ടിടങ്ങളുടെ ചിത്രങ്ങളെല്ലാം അവർ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം സ്കൂളുകൾക്കെല്ലാം ഇറാൻ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ നാശനഷ്ടം ഉണ്ടായെങ്കിൽ തന്നെ മറ്റ് ആളപായം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. മറ്റ് പുതിയ മരണസംഖ്യയുടെ കണക്ക് അത് ഉടൻ തന്നെ ഇന്ന് രാവിലെ തന്നെ അവരുടെ ആരോഗ്യ വിഭാഗം പുറത്തുവിടും എന്നതാണ് പ്രതീക്ഷ. ഇതിനിടെ ലെബനനിൽ നിന്നുള്ള മരണസംഖ്യയുടെ കണക്ക് അത് 100 കടന്നിട്ടുണ്ട് എന്നതാണ് വിവരം ലഭിക്കുന്നത്. അത് തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് തന്നെയാണ്. ഇതിനു മുൻപേ ഇന്നലെ 77 എന്ന് പറയുന്നൊരു മരണസംഖ്യ കണക്ക് വന്നിരുന്നു. ഇന്ന് വീണ്ടും ഈ മേഖലയിലേക്ക് ബെയ്റൂട്ടിൽ ഉൾപ്പെടെ ആക്രമണം കടുപ്പിച്ച സാഹചര്യത്തിൽ മരണസംഖ്യ 100 കടന്നതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലും ഇപ്പോൾ ഇസ്രായേലിലും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 100-ന് മുകളിൽ ഇസ്രായേലിലും മരണസംഖ്യ റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ US-ൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ അവർ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നത് അവരുടെ 4 സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ്. എന്നാൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം 6 US സൈനികർ കൊല്ലപ്പെട്ടതായിട്ടും വിവരം നൽകുന്നുണ്ട്. 4 പേരുടെ വിവരം മാത്രമാണ് US ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഇറാനിയൻ കപ്പലുകൾക്കും ഡ്രോൺ കാരിയറുകൾക്കും അതുപോലെ തന്നെ മിസൈൽ കാണുന്നതാണ് അജയ് ആ ദൃശ്യങ്ങൾ. അതായത് ഇറാന്റെ ഡ്രോൺ കാരിയർ തകർക്കുന്ന വിഷ്വൽസ് ആണ് അമേരിക്ക പുറത്തുവിട്ടതാണ്. അതാണ് ഡ്രോൺ കാരിയർ തകർക്കുന്നു. റൈറ്റ് അജയുടെ സൂചിപ്പിച്ചത് മാത്രം. അജയ് തുടരാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു ഈ ഒരു ഇറാൻ്റെ ഈ യുദ്ധ ഫെസിലിറ്റികൾ അത് കൂടുതലായിട്ട് തകർത്തതിന് ശേഷം മറ്റ് ഒരു US തീർച്ചയായിട്ടും അവകാശപ്പെടാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തിന് സമാനമായി തന്നെ ഇറാൻ്റെ എല്ലാ ആണവ ശേഖരങ്ങളും അതുപോലെ തന്നെ മിസൈൽ ഫെസിലിറ്റികളും നശിപ്പിച്ചു എന്നതായിരിക്കും. പക്ഷേ കഴിഞ്ഞ വർഷം 12 ദിവസം യുദ്ധം നീണ്ടതിന് ശേഷം ഇത്തരത്തിൽ ഇറാൻ്റെ എല്ലാ ഈ ഒരു ആണവ സംവിധാനങ്ങളും മിസൈൽ സംവിധാനങ്ങളും നശിപ്പിച്ചു എന്ന് US അവകാശപ്പെട്ടതിന് ശേഷം ഈ വർഷം അവർ വീണ്ടും അവിടെ ആണവ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ മിസൈൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതെല്ലാം ആരോപിക്കുകയുണ്ടായി. ഇത്തവണ വീണ്ടും ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ആക്രമണം നടത്തുകയും ചെയ്തു. അപ്പോൾ ഇനി ഈ ഒരു 4 ആഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ ട്രംപിന് തോന്നുന്ന എപ്പോഴാണെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഇത്തരമൊരു അവകാശവാദം ഉന്നയിച്ചാലും അതിന് എത്ര കാലം ഈ ഒരു അവകാശവാദത്തിലൂടെ മുന്നോട്ട് പോകും എന്നതാണ് ഇപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ട്രംപ് ഇന്നും എടുത്തു സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ IRGC സേനാംഗങ്ങളും ഉടൻ തന്നെ കീഴടങ്ങണം, ഇപ്പോഴും അവർക്ക് സമയമുണ്ട് എന്ന് ട്രംപ് എടുത്തു സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇറാനിലുള്ള ജനങ്ങളോട് നിങ്ങൾ ഉടൻ തന്നെ അധികാരം പിടിച്ചടക്കണം, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ് എന്നതെല്ലാം ട്രംപ് എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. ഇതേ കാര്യം തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞിട്ടുണ്ട്. ഈ ഇറാനിലുള്ള ജനങ്ങൾ, എല്ലാ വിഭാഗം ജനങ്ങളും, എല്ലാ വംശീയതയും
എല്ലാം മറന്നുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും ഇറാൻ്റെ ഭരണം പിടിച്ചെടുക്കണം. ഇത് ജനങ്ങൾക്കുള്ള ഒരു അവസരമാണ്, തലമുറയിൽ ഒരിക്കൽ മാത്രം വന്നു ചേരുന്ന ഒന്നാണ് എന്നതെല്ലാം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. അതായത് ഈ രണ്ട് നേതാക്കൾ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങൾക്കിടെ തന്നെ ഇറാനിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് ഭരണകൂടത്തിനെതിരെ അവിടെയുള്ള യുവാക്കളും അതുപോലെ തന്നെ ചില ചെറുകിട വ്യാപാരികളും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നടത്തിയ പ്രതിഷേധം. അന്നവർ ഡെത്ത് ടു ദ സുപ്രീം ലീഡർ എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വലിയ രീതിയിൽ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ഉയർത്തുകയുണ്ടായി. ഇതിനെ അടിച്ചമർത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തെയാണ് രാജ്യത്ത് വിന്യസിച്ചത്. നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ഒരുപാട് പേരെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇറാനിൽ ഇടയ്ക്കിടെ കഴിഞ്ഞ വർഷങ്ങൾക്കിടെ നിരവധി തവണ ഉയർന്നു വന്ന തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ. ഇപ്പോൾ നിലവിൽ രാജ്യത്ത് രൂക്ഷമായിരിക്കുന്ന ഈ ഒരു ആഭ്യന്തര പ്രശ്നവും അതിനെ ഉയർത്തിക്കൊണ്ട് രാജ്യത്തിനകത്ത് ജനങ്ങളാൽ അട്ടിമറിക്കപ്പെടുന്ന ഒരു ഭരണം, അത് തന്നെയാണ് US-ൻ്റെയും ഇസ്രായേലിൻ്റെയും മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് അവിടെ നിലവിലുള്ള ഒരു ഇസ്ലാമിക ഭരണകൂടം, നിലവിൽ അവിടെ ഈ ഒരു പ്രത്യേക ആത്മീയ സമിതിയും അതുപോലെ തന്നെ അവരുടെ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള കൗൺസിലും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണത്തിൽ നിന്ന് മാറി ജനങ്ങളാൽ അട്ടിമറിക്കപ്പെട്ട പുതിയൊരു ഭരണകൂടം അവിടെ അധികാരത്തിൽ വരികയും തീർച്ചയായിട്ടും ഈ ഒരു അധികാരമാറ്റം ഉണ്ടാകാൻ കാരണമായത് US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ഇടപെടൽ ആണെന്നതുകൊണ്ട് തന്നെ അവരോട് കടപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിൻ്റെ അധികാരത്തിൻ്റെ മേൽക്കൈയിൽ വരികയും അതിനുശേഷം ഇവരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇറാൻ്റെ ഒരു സഹകരണം അത് മെച്ചപ്പെടുത്തുക, ഇതിലൂടെ ഇസ്രായേലിനുണ്ടായിട്ടുള്ള ഒരു ഭീഷണി അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, പശ്ചിമേഷ്യയിലുള്ള സ്വാധീനം കൂടുതൽ ശക്തമാക്കുക, ഇതെല്ലാമാണ് US-ൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു വിദൂരമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാര്യം ഇറാനുള്ളിൽ നിലവിലുള്ള അത്തരം പ്രതിഷേധങ്ങൾ, അത്തരം സംഭവവികാസങ്ങളെ പറ്റിയിട്ടുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാനില്ല. അതിൻ്റെ ഒരു പ്രത്യേക കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഇറാനിൽ ഇൻ്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ്, മറ്റ് വിവരങ്ങളൊന്നും നമുക്ക് പുറത്ത് ലഭ്യമല്ല എന്ന ഒരു വിഷയം കൂടിയുണ്ട്. എന്തായാലും ഇത്തരമൊരു ആഭ്യന്തര പ്രതിസന്ധികൾ ഇപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ കേൾക്കാനില്ല. പല വിഭാഗങ്ങളും അവിടെ സുന്നി ഷിയ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായിരുന്നു, തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിന് ശേഷം ഈ രണ്ട് വിഭാഗങ്ങളും ഒന്നിച്ചതായിട്ടുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. പല എതിർചേരിയിലുള്ള വിഭാഗങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് US-നും ഇസ്രായേലിനുമെതിരെ പോരാടുന്ന ഒരു വാർത്തകളും നമുക്ക് കേൾക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ആഭ്യന്തര സംഘർഷത്തെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊന്നും കേൾക്കാനില്ല. അപ്പോൾ ട്രംപ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ അധികാരം പിടിച്ചടക്കണം, ജനങ്ങൾ ഭരണമാറ്റം നടത്തണം എന്ന കാര്യം അത് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും US ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭരണമാറ്റം ഇറാനിൽ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും US-ന് കരയുദ്ധം നടത്തേണ്ടി വരും. കരയുദ്ധം നടത്തി മാത്രമേ, മുൻപ് ഇറാഖിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ചെയ്തതുപോലെ ഒരു നീക്കം നടത്തിയാൽ മാത്രമേ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ. പക്ഷേ ഇതിലൂടെ US-ന് കനത്ത നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഇതിനൊരിക്കലും ഈ ഒരു സാഹസത്തിന് ട്രംപ് മുതിരില്ല എന്ന് തന്നെയാണ് കരുതാവുന്നത്. റൈറ്റ്. സഞ്ജ്, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.